റോക്ക്വെൽ മൗണ്ടൻ റിട്രീറ്റ് കക്കാടംപൊയിൽ. ഓണത്തിന് റേഷൻ കടകളിൽ അരി എത്തിക്കാതെ UDF സർക്കാർ വിസ്മയം കാട്ടുകയാണെന്ന് CPM നിലമ്പൂർ ഏരിയ സെക്രട്ടറി കെ മോഹനൻ. റേഷൻ കടകൾ വഴി APL കാർഡ് ഉടമകൾക്ക് 26 രൂപ പ്രകാരം 10 കിലോ അരി നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. നിലമ്പൂർ താലൂക്ക് പരിധിയിൽ 224 റേഷൻ കടകൾ ഉള്ളതിൽ 180 റേഷൻ കടകളിൽ മാത്രമാണ് APL വിഭാഗത്തിനുള്ള അരി എത്തിയിട്ടുള്ളത്. അതും ഒന്നാം ഘട്ടം മാത്രമാണെന്നും കെ മോഹനൻ പറഞ്ഞു. LDF സർക്കാർ ഉത്സവ നാളുകളിൽ റേഷൻ കടകൾ മാവേലി സ്റ്റോറുകൾ വഴി 10 രൂപ 90 പൈസ നൽകിയിരുന്ന അരിക്കാണ് UDF സർക്കാർ ഒറ്റയടിക്ക് 26 രൂപയാക്കിയത്. വില ഉയർത്തിയിട്ടും അരി കിട്ടുന്നുമില്ല. പൊതുവിപണിയിൽ നിന്നും 50 രൂപയ്ക്ക് മുകളിൽ നൽകിയാണ് APL കുടുംബങ്ങൾ ഓണാഘോഷത്തിനുള്ള അരി വാങ്ങുന്നത്. പഞ്ചസാര, ശർക്കര ഉൾപ്പെടെയുള്ള എല്ലാത്തിനും വില കുതിക്കുകയാണ്. ഇതെല്ലാം പുതിയ വിസ്മയങ്ങളാക്കുകയാണ് UDF സർക്കാർ എന്നും കെ മോഹനൻ പറഞ്ഞു. മലയാളികളുടെ ദേശീയ ഉത്സവമായ ഓണത്തെ വരവേൽക്കുന്നതിന് നാടും നഗരവുമൊക്കെ തയ്യാറായി നിൽക്കുകയാണ്. കാണം വിറ്റും ഓണം ഉണ്ണുക എന്ന ഒരു പഴമൊഴി നേരത്തെ നിലവിലുണ്ടായിരുന്നെങ്കിലും കാണം വിൽക്കാതെ തന്നെ ഓണം ഉണ്ണുന്നതിനുള്ള അവസരമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ 10 വർഷവും കമ്പോളത്തിൽ ഇടപെട്ടുകൊണ്ട് നിത്യോപയോഗ സാധനങ്ങളും അരിയും എല്ലാം തന്നെ ആളുകൾക്ക് സുലഭം വില കുറച്ച് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്തിയത്. നീതിന്യായ ഷോപ്പുകളിലൂടെയും മാവേലി സ്റ്റോറുകളുടെയും നീതി സ്റ്റോറുകളുടെയും ഒക്കെ കാർഡുടമകൾക്ക് ആവശ്യാനുസരണം അരിയും ഭക്ഷ്യധാന്യങ്ങളും നൽകിക്കൊണ്ടാണ് കമ്പോളത്തിൽ വില പിടിച്ചു നിർത്തിയത്. എന്നാൽ ഇപ്പോൾ അധികാരത്തിൽ വന്നുള്ള UDF ഗവൺമെൻറ് സ്വീകരിക്കുന്ന നിലപാടുകൾ മലയാളികളെ വല്ലാതെ ദുരിതത്തിലാക്കുകയാണ്. ഈ ഓണം ഉണ്ണാൻ വേണ്ടി മലയാളികൾ ആഗ്രഹിക്കുമ്പോൾ തന്നെ അതിനാവശ്യമായ ഒരു സജ്ജീകരണവും കേരളത്തിൽ ഒരുക്കിയിട്ടില്ല എന്ന് കാണാൻ കഴിയും. റേഷൻ ഷോപ്പുകളുടെ APL കാർഡ് ഉടമകൾക്ക് ഉത്സവകാലങ്ങളിൽ 10 കിലോ അരി സൗജന്യ നിരക്കിൽ കൊടുക്കുക എന്ന ഒരു സമ്പ്രദായം കേരളത്തിലെ ഗവൺമെൻറ് നാളിതുവരെ തുടർന്നിട്ടുണ്ട്. ഈ ഗവൺമെൻറ്റും അത് തുടരുമെന്ന് തന്നെയാണ് പറഞ്ഞത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 10 രൂപ 90 പൈസ നിരക്കിൽ 10 കിലോ അരിയാണ് സ്പെഷ്യൽ അരിയായി APL കാർഡ് ഉടമകൾക്ക് ഓണക്കാലത്ത് കൊടുത്തെങ്കിൽ ഇപ്പോൾ UDF വന്നപ്പോൾ 10.90 എന്നുള്ളത് 26 രൂപയായി വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. 26 രൂപയായി വർദ്ധിപ്പിച്ചെങ്കിൽ പോലും ആ സാധനം റേഷൻ കടയിൽ ലഭ്യമല്ല എന്നാണ് ഇപ്പോൾ വരെയുള്ള കണക്ക്. നിലമ്പൂർ താലൂക്കിനകത്ത് 224 റേഷൻ കടകളുണ്ട് എന്നാണ് നമ്മുടെ കയ്യിലുള്ളൊരു വിവരം. ആ 224 റേഷൻ കടകളിൽ ഏറെക്കുറെ ഒരു 100, 140, 150ഓളം റേഷൻ കടയിൽ മാത്രമാണ് ഇപ്പോൾ ആദ്യ റൗണ്ട് എന്ന നിലയ്ക്ക് തന്നെ അരി എത്തിയിട്ടുള്ളൂ. ബാക്കിയുള്ള കടകൾ തീരെ അരി എത്തിയിട്ടില്ല. എത്തിയെടുത്ത് തന്നെ മുഴുവൻ ആളുകൾക്കും കൊടുക്കാൻ കഴിയുന്ന ഒരവസ്ഥയല്ല. APL കാർഡ് ഉടമകൾ ഈ അരി ആഗ്രഹിക്കുകയാണ്. കാരണം കമ്പോളത്തിൽ ജയ അരിയുടെ വില 50 രൂപയാണ് 1 കിലോയ്ക്ക്. ഇവിടെ 26 രൂപയ്ക്കെങ്കിലും കിട്ടുകയാണെങ്കിൽ അതൊരു ആശ്വാസം എന്ന നിലയ്ക്ക് അവർ റേഷൻ കടയിൽ ചെല്ലുമ്പോൾ റേഷൻ കടക്കാരൻ കൈമലർത്തുക, അരി എത്തിയിട്ടില്ല, എപ്പോൾ കിട്ടുമെന്ന് ഉറപ്പില്ല. സ്കൂൾ കുട്ടികൾക്ക് ഉത്സവകാലങ്ങളിൽ കൊടുക്കുന്ന 5 കിലോ അരി അതിപ്പോൾ കൊടുത്തത് 4 കിലോ വെച്ചിട്ട് കൊടുത്തത് എന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഒരു ഗവൺമെൻറ് കമ്പോളത്തിൽ ഇടപെട്ടുകൊണ്ട് വില പിടിച്ചു നിർത്തുക എന്ന സംവിധാനത്തിലേക്ക് പോകാത്തതിൻ്റെ ഫലമായി മലയാളികളുടെ ഓണം ഈ പ്രാവശ്യം ദുരിതപൂർണ്ണമാവാനാണ് സാധ്യത. പലചരക്കിൻ്റെയും പച്ചക്കറിയുടെയും വില ഞാൻ പറയാതെ തന്നെ കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ഇപ്പോൾ പഞ്ചസാര, ശർക്കരയൊക്കെ ദിനം പ്രതി എന്നോണം ഇപ്പോൾ 62 രൂപ ഒക്കെ ആയി, 62, 70 ആയി. പഞ്ചസാരയുടെ വില വർദ്ധിക്കുകയാണ്, ശർക്കരയുടെ വില വർദ്ധിക്കുകയാണ്, പച്ചക്കറികളുടെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓണം എന്നുള്ളത് മലയാളികളുടെ ഒരു നൊസ്റ്റാൾജിയാണ്. കാണം വിറ്റും എന്ത് കാട്ടിയ ഓണം ഉണ്ണുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് വില കൊടുത്തും അവർ വാങ്ങിക്കൊള്ളും എന്ന തരത്തിലേക്ക് ഗവൺമെൻറ് മാറാൻ പാടില്ല. ഒരു ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ കമ്പോളത്തിലുണ്ടാവുക ഈ ഉത്സവകാലങ്ങളിലാണ്. ക്രമാതീതമായി ഉയർന്നു വരുന്ന വിലക്കയറ്റത്തെ തടഞ്ഞു നിർത്താൻ ഗവൺമെൻറ് കമ്പോളത്തിൽ ഇടപെട്ടുകൊണ്ട് സാധനങ്ങൾ സൗജന്യ നിരക്കിൽ കൊടുക്കുമ്പോഴാണ് വില നിലവാരത്തെ നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയുക. കുട്ടികൾക്ക് നൽകിയിരുന്ന 5 കിലോ അരി 4 കിലോ ആയി കുറച്ചു. സർക്കാർ അടിയന്തരമായി ഇടപെട്ട് ഉത്സവ സമയങ്ങളിൽ നൽകുന്ന ആനുകൂല്യങ്ങൾ ഉറപ്പാക്കണം. ഇല്ലെങ്കിൽ CPM ഉൾപ്പെടെയുള്ള ഇടതു പാർട്ടികൾ സമരത്തിലിറങ്ങുമെന്നും സ്ത്രീ സുരക്ഷാ പെൻഷൻ ഉൾപ്പെടെ നൽകാതെ UDF സർക്കാർ വിസ്മയങ്ങൾ തുടരുകയാണെന്നും കെ മോഹനൻ വ്യക്തമാക്കി. A+ വിഷൻ, നിലമ്പൂർ. സമുദ്രനിരപ്പിൽ നിന്നും 3000 അടി ഉയരത്തിൽ കക്കാടംപൊയിലിന്റെ ഏറ്റവും മുകളിൽ എപ്പോഴും പെയ്തിറങ്ങുന്ന നയനഭംഗിയുള്ള മഞ്ഞും കുളിർക്കാറ്റും മനസ്സിനും ശരീരത്തിനും കുളിർമയേകാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. റോക്ക്വെൽ മൗണ്ടൻ റിട്രീറ്റ് 360 ഇൻഫിനിറ്റി വ്യൂ നൽകുന്ന ലക്ഷറി മൗണ്ടൻ ടോപ്പ് റോക്ക് ഹാർട്ട്. ഒരുമിച്ചുള്ള 2 ഫാമിലിക്ക് താമസിക്കാൻ പൂളോട് കൂടിയ ആഡംബരം നിറഞ്ഞ അക്വില ആൻഡ് ആൻലിയ വില്ലകൾ, റിസപ്ഷനോട് ചേർന്നുള്ള ലിയോ ആൻഡ് ലിബ്ര ഡീലക്സ് റൂമുകൾ, പ്രണയാർദ്രമായ നിമിഷങ്ങൾക്കായി പ്രൈവറ്റ് പൂൾ സൗകര്യത്തോടെ റോമിയോ ആൻഡ് ജൂലിയറ്റ് സിംഗിൾ റൂമുകൾ, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒരുമിച്ചിരിക്കാൻ സീസർ ആൻഡ് ക്ലിയോപാട്ര ഡോർമെട്രികൾ, വലിയ ഫാമിലി പൂൾ,
മഞ്ഞിന്റെ ഭംഗി ആസ്വദിക്കാൻ ഗ്ലാസ് ഹൗസ്, കിഡ്സ് പ്ലേ ഏരിയ, രുചികരമായ വിഭവങ്ങളോടൊപ്പം വിശാലമായ ഡൈനിങ്ങോടും കൂടിയ റെസ്റ്റോറന്റ്, ഒപ്പം റിസോർട്ടിനുള്ളിലുള്ള പ്രകൃതിദത്ത വെള്ളച്ചാട്ടവും ഫിഷിംഗ് ഏരിയയും ക്യാമ്പ് ഫയറും നിങ്ങളുടെ ദിനങ്ങളെ മനോഹരമാക്കുന്നു. റോക്ക്വെൽ മൗണ്ടൻ റിട്രീറ്റ്, കക്കാടംപൊയിൽ.